Hey yo, what is up everybody? My name is Alex Thomas and you are watching Alex Vlogs. So guys, അപ്പതാ നമ്മൾ ക്രിസ്മസിന്റെ തലേദിവസമാണ് 24-ാം തീയതി സമയം ഉച്ച നമ്മൾ കിച്ചണിലെ ഫുഡിന്റെ പരിപാടികളിലാണ്. എന്താണ് മമ്മി കിച്ചണിലെ പരിപാടികൾ? ഞാനേ മോര് കാച്ചാനുള്ള തേങ്ങ അരച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മോര്, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ക്രിസ്മസിന് നമ്മുടെ മെനു വരുന്നത്? കള്ളപ്പവും ബീഫും രാവിലെ, പിന്നെ ഉച്ചക്ക് ഊണ്, ചോറ്, കറികള്, മീൻ കറി. എന്തൊക്കെയാണ് നമ്മുടെ മീറ്റ് ഐറ്റംസ് ഒക്കെ? മീറ്റ്, ബീഫ്, പോർക്ക്, ഓക്കെ, മീൻ വറുത്തത്, മീൻ കറി, തോരൻ, കാളൻ തോരൻ. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മള് കള്ളപ്പത്തിനുള്ള കള്ളം ഇതൊക്കെ രാവിലെ തന്നെ പോയി മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പയ്യെ അതിന്റെ പരിപാടികളിലേക്ക് കിടക്കണം. ഇപ്പതാ ഇവിടെ ഉച്ചത്തേക്ക് മീൻ വറുത്തോണ്ടിരിക്കുന്നുണ്ട് ഇൻഡക്ഷനിൽ. ഓൾറെഡി മീൻകറി ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ മീൻകറി അവിടെ വെച്ചിട്ടുണ്ട്. നല്ല മാക്സിമം ചാറൊക്കെ വറ്റിച്ചിട്ടുള്ള നല്ല കേരയല്ലേ മീൻ? കേര മീൻകറിയാണ്. നല്ല മീൻ വറക്കുകയാണ് ഇന്ന് ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട്. മീൻ ഫ്രൈ. അങ്ങനെ നമ്മളുടെ ക്രിസ്മസിന്റെ മെയിൻ പരിപാടിക്കുള്ള മെയിൻ ഫുഡിനുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി വക ഐറ്റംസ് തൊലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മി അവിടെ ഒരു സൈഡിൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാനൊരു സൈഡിൽ തൊലി പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനേ ഈ കാളൻ ഉണ്ടാക്കാൻ പോവാണേ. അതിന് ചട്ടി അടുപ്പ വെച്ചു, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, ഉലുവയിട്ട് കടുകും പൊട്ടിച്ച് അടുപ്പത്ത് വെച്ചേക്കും. ഇനി അത് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, അല്ല വെളുത്തുള്ളി, ഇഞ്ചി ഇടുന്നു. നമ്മള് എന്താണ് ആക്ച്വലി കാളനാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കേണ്ട ചില സ്പെഷ്യൽ രീതികളിലാണ് നമ്മളുടെ കോട്ടയം ഭാഗത്തേക്ക്. അതിലേക്ക് പച്ചമുളക് കീറിയിടുന്നു. ശരിക്കും നല്ലൊരു ഗോൾഡൻ കളർ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടും. ചെറിയുള്ളി, കുഞ്ഞുള്ളി, ചുവന്നുള്ളി എല്ലാം ഒന്ന് തന്നെ എന്ന പേരുകളിലാണ് സംഭവം അറിയപ്പെടുന്നത്. അതെ, ഇതാണ് സംഭവം. കാളന് വേണ്ടി നമ്മൾ തേങ്ങായും ജീരകവും കൂടി അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുള്ളത് അതും നല്ലതായിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങായും ജീരകവും കൂടെ അരച്ചരപ്പ്. അത് എണ്ണയിലിട്ട് മുളകും കൂടി വഴറ്റി അതൊന്ന് മൂത്ത് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുന്നു. ചെറിയ ഉള്ളി ഇട്ട് വഴറ്റി അതും ഒന്ന് വഴഞ്ഞു കഴിയുമ്പോൾ തേങ്ങയുടെ അരപ്പ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യും. അതും ഒന്ന് മൂത്ത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇട്ടതിന് ശേഷമായിട്ട് മോരൊഴിക്കുന്നു. അതോടുകൂടി കാണാൻ റെഡി. എനിക്കിവിടെ ഒരു ലോഡ് ചുവന്നുള്ളിയാണ് തന്നിരിക്കുന്നത് പൊളിക്കാനായിട്ട്. അതെന്താന്ന് വെച്ചാൽ ചുവന്നുള്ളിക്കാണ് നമ്മൾ കറിയിലൊക്കെ ചുവന്നുള്ളി ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സവാള ഇടുന്നതിനെക്കാട്ടിലും സവാള കൂടുതൽ ചില കറികൾക്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു മധുരം ടേസ്റ്റ് മുന്നോട്ട് വരും. അപ്പോൾ നമുക്ക് ശരീരത്തിനും എല്ലാം നല്ലതും കറികൾക്ക് രുചി കൂട്ടുന്നതും ചുവന്നുള്ളി കൂടുതലിടുകയും ഒരു സവാള ഒക്കെ വേണേൽ കൂടെ ചേർക്കാം, അത്രേ ഉള്ളൂ. കൂടുതലും നമ്മൾ ചുവന്നുള്ളി ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്, നല്ലതുമാണ്. അങ്ങനെ നമ്മുടെ കാളൻ കറി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല കുറുക്ക് കാളൻ, നല്ല അടിപൊളിയായിട്ട് കാളൻ കറി റെഡി ആയിരിക്കുന്നു. അങ്ങനെ ചോറുണ്ണുകയാണ്. എന്നാണ് കഴിക്കണേ?
ഞാൻ ഇച്ചിരി ചോറ്, ഇച്ചിരി ചോറ് എന്നൊക്കെ കൂട്ടാൻ. മീൻ വറുത്തതുണ്ട്, മോരുകറി ഉണ്ട്, മോരുകറി ഉണ്ട്, മാങ്ങ കണ്ണിമാങ്ങ അച്ചാർ, കണ്ണിമാങ്ങ അച്ചാർ. തന്നെ ഈ ചെറുത് മീൻ്റെ മുട്ട, അല്ല മീൻ വറുത്തന്നെ. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ കഴിക്കുന്ന മീൻ വറുത്തതിൻ്റെ ഒരു മീനും മീൻ കറിയും സവാള. ഗൈസ്, അപ്പോൾ നമ്മൾ ലഞ്ചിനായിട്ട് ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് പരിപാടികൾ? അരി പൊടിച്ചെടുക്കണം, അപ്പത്തിനുള്ള അരി പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ വൈകുന്നേരം കറികൾക്കുള്ള ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേവിച്ച് വെക്കണം. ഓക്കെ, അപ്പോഴേക്കും പപ്പ വരും. ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴേക്കും പപ്പ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ പപ്പ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഇനിയുള്ള പരിപാടി? ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു, കേക്ക് വാങ്ങുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ഗൈസ്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്. ഒരു 10-15 വീടുകളിൽ ചെന്ന് എല്ലാവർക്കും കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. നമ്മുടെ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുക, അതാണ് നമ്മൾ അതിന്റെ സന്ദേശം ഉദ്ദേശിക്കുന്നത്. അത് തന്നെ, ക്രിസ്മസ് എന്നുള്ള ഒരു സെലിബ്രേഷൻസ്, ദ ടൈം ഓഫ് ഗിവിംഗ് എന്നുള്ള ഒരു ഐഡിയോളജിയിൽ. അപ്പൊ നമുക്ക് പോയി കേക്ക് മേടിച്ചോണ്ട് വരാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ പോയി കേക്കൊക്കെ മേടിച്ചോണ്ട് വരാം. നമുക്കത് വേണ്ട രീതിയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നേക്കുവാണ്. നമ്മൾ വണ്ടിയിൽ സാധനം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നമുക്ക് റെഡിയാക്കാം. കേക്ക് റെഡിയാണ്. കേക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമുക്ക്. സെറ്റ്. നമ്മളിതിപ്പോൾ നമ്മളൊരു ബോക്സ് എടുത്തിരിക്കുകയാണ് അതിൽ നിന്ന്. ഇതിൽ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി ഓക്കെ ആണോ എന്ന് നമുക്ക് നോക്കിയിട്ട് വേണ്ടി കൊടുക്കാൻ. അതിനുവേണ്ടി നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് ഒരു പീസ് എടുത്ത് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മളെ ഇത് ഭയങ്കര ഫോർമൽ ഫങ്ഷൻ ആണ്. മേടിച്ചിരിക്കുന്നത് ഐറിഷ് കേക്കാണ്. അതെ, ഐറിഷ് കേക്കാണ്. കഴിച്ചു പറയൂ. കഴിക്കേ. അത് തന്നെ. ഓക്കെ, സോഫ്റ്റ് മോയിസ്റ്റ് അടിപൊളി സാധനം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും സംഭവം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എനിക്കും തരും ഒരു പീസ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ നമ്മൾ തറവാട്ടിൽ വന്നേക്കുവാണ്. നമ്മൾ കേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ വരുവാണ്. ഇവിടെ നമ്മുടെ ചക്കയും പ്ലാവും മാവും ഒക്കെ എങ്ങനെ ഇരിക്കണോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയില്ല. ചക്കയൊക്കെ കുറേ പഴുത്ത് കിടപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചക്ക കൊടുക്കാനായിട്ട് അവരെ വിളിച്ചിട്ട് ഒരു ടൈമിൽ വന്ന് കൊണ്ടുപോകുന്നില്ല. എന്തായാലും വരും അടുത്ത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കൊന്ന് വന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ചക്കക്കുട്ടന്മാർ കിടക്കുന്നത്. നമ്മൾ ഈ പറമ്പിൽ വന്നാൽ നമ്മളൊന്നും ഇല്ലാണ്ട് പോവില്ല. എപ്പോഴും ഇവിടുന്ന് കിട്ടുന്ന 24/7 എന്ന രീതിയിൽ 365 ഡേയ്സും നമുക്ക് കിട്ടുന്ന ഒരു പഴമുണ്ട്. അതിൻ്റെ പേരാണ് ബറാബ ഫ്രൂട്ട് എന്ന് പറയും. എപ്പോൾ ഏത് സമയത്ത് വന്നാലും ഉണ്ട്. നമ്മളാകെ 2-3 ചെടികളെ വെച്ചിട്ടുള്ളൂ, പക്ഷേ അതെപ്പോഴും നന്നായിട്ട് കാച്ചിരിക്കും. ഇതാണ് ബറാബ ഫ്രൂട്ട്. ഇത് മൊത്തം പഴുത്ത് കിടക്കുക. ഇത് കണ്ടാലറിയാം. ഇതാണ് ഇതിൻ്റെ പച്ച ഫോം. ഇത് മൊത്തം നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിനാണ് ഇപ്പോൾ എല്ലാം നിൽക്കുന്നത്. എല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇതിലാണ്. ഇതാണ് ബറാബ എന്ന് പറയുന്നതായ പഴം. ഇത് നല്ല രസമാണ്. പഴുത്ത് കുറച്ചുകൂടെ കളറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം 2-3 ഉണ്ട്. അതിൽ 2 നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാവുന്ന പാകത്തിനായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത്
മാവുണ്ട്, മാവ് പൂത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാ പിടിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നന്നായിട്ട് പൂത്തിട്ടുണ്ട്. കാ പിടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അലക്സ് അത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞുകൊണ്ട് നമുക്ക് കവർ കിട്ടി. ഇനി ഈ കവറിലേക്ക് നമുക്ക് ഈ കാണുന്ന ബറാബ കാണിച്ചു എല്ലാവരും. ഈ കാണുന്ന ബറാബ നമുക്ക് പറിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊണ്ടുപോകാം. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ചൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് പറിക്കാം. എല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് കിടക്കും. അതാ ഇത്രയും നമ്മൾ പറിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ചക്കയുടെ അടുത്തേക്ക് പോവാം അല്ലേ? ചക്കയെല്ലാം സ്പോട്ട് ചെയ്ത് വെച്ച് പോരുകയാണ് തിരിച്ച്. കുറച്ച് ബറാബ ഫ്രൂട്ടും പറിച്ച് വെച്ച് നമുക്കിനി ചക്കയുടെ ഹാർവെസ്റ്റിങ് 2-3 ദിനം പഴുത്ത് കിടപ്പുണ്ട്. നമുക്ക് അടുത്ത ദിവസം വന്ന് പറിക്കാമെന്നുള്ള ഐഡിയോളജിയിൽ പോവുകയാണ്. ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തറവാട്ടിൽ പോയി അവർക്കും കൂടി കേക്ക് കൊടുത്തിട്ട് നമുക്ക് പോവാം. യോ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അമ്മയുടെ എന്താണ് പോത്തിന്റെ പന്നിയുടെ ഒക്കെ പണിയിലാണോ? ഏതാണ്? പോത്താണ്. പോത്ത് കഴിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് തന്നെ നമ്മളെല്ലാ കറികളും ഉണ്ടാക്കുവോ? എല്ലാം പറ്റിച്ച് വെക്കും. നാണം നമ്മള് നാളെ രാവിലെ മാറ്റും. അതെ, എല്ലാ ഇറച്ചിയും പറ്റിച്ച് ഇതൊക്കെ കുക്കറിലൊക്കെ പറ്റിച്ച് വെച്ചേച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാത്തിന്റെ നാണമൊക്കെ മാറ്റി അടിപൊളിയാക്കി കളറാക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബീഫ് പറ്റിക്കാനുള്ള പൊടി വറക്കണതിന്റെ പ്രോസസ്സിലാണ്. എന്തൊക്കെയാണ് നമ്മൾ പൊടി ആഡ് ചെയ്തേക്കുന്നത്? പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, ഗരം മസാല, അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യും ലൈറ്റ് ആയിട്ട്. ഇതിന്റെ ഉദ്ദേശം എന്താണ് റോസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ മഞ്ഞളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മാക്സിമം നാച്ചുറൽ നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് അത് തന്നെ. ഇപ്പൊ പലയിടത്തും മറ്റേ കല്ലും ചെങ്കല്ലും ഒക്കെയാണ് പൊടിച്ച് തരണേന്നാണ് പോണേ. കളറും ചേർത്ത് അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കാൻ ശ്രമിക്കുക. ഇതാണ് കാരച്ചമ്മീനല്ലേ ഇത് അല്ലേ? ഏറ്റവും ടേസ്റ്റുള്ള ചെമ്മീനാണ്. അറിയില്ല, കാരച്ചമ്മീൻ പറയാം. ചെമ്മീനല്ല. അപ്പൊ ചെമ്മീൻ നമ്മൾ പറ്റിച്ച് വെച്ചേക്കുവാ. വേണ്ടോ? പരിപാടികളൊന്നും ആയിട്ടില്ല. നാളെ റോസ്റ്റ് ആക്കാം. അപ്പൊ ബീഫ്, പന്നി, കോഴി അതൊക്കെ നാളെ. അപ്പൊ നമ്മളത് 2 കിലോ പോത്തുള്ളത് പറ്റിക്കാനായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല കുഞ്ഞി കുഞ്ഞി പീസുകളായിട്ട് നുറുക്കി അതിന്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിടുക. കമോൺ, ബീഫൊക്കെ കാണിച്ചു കൊടുക്കും. നല്ല ഫ്രഷ് ബീഫാണ്. ഫ്രഷ് ബീഫാണ്. അത് അധികം ഈ നെയ്യൊന്നും ഇല്ലാതെ തന്നെയാണ് അത് പ്രത്യേകമായിട്ട്. നെയ്യില്ലാണ്ട് നമുക്ക് ഏറ്റവും ലീൻ സോഴ്സ് പ്രോട്ടീനാണ്. നമുക്ക് ഏറെക്കുറെ ഒരു 36 ഗ്രാം പ്രോട്ടീൻ 100 ഗ്രാം ബീഫിൽ നമുക്ക് കിട്ടും. അതേപോലെ ബീഫ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ വെറുതെയാണ്. നമ്മുടെ ഡയറ്ററി കൊളസ്ട്രോൾ ഒരിക്കലും നമ്മളുടെ ബ്ലഡ് കൊളസ്ട്രോൾ കൂട്ടത്തില്ല. അത് സെക്കൻഡറി ഇഷ്യൂസ് കാരണമാണ് നമ്മുടെ ബോഡിയുടെ ബ്ലഡ് കൊളസ്ട്രോൾ കൂടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മിനിമം നമ്മുടെ ബോഡി വെയിറ്റിന് 1 ഗ്രാം വീതം × 1 ഗ്രാം പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. അതിനൊക്കെ വളരെ ബെസ്റ്റ് സോഴ്സ് പ്രോട്ടീനാണ് ബീഫ് എന്നുള്ളത്. പക്ഷെ അപ്പൊ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. അതിലൊരു കാര്യമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഡയറ്റിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു കൊളസ്ട്രോളും നമ്മളുടെ ബ്ലഡ് കൊളസ്ട്രോളിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കില്ല എന്നാണ് പറയുന്നത്.
നമ്മളും നല്ല നല്ല മീറ്റാണ് അല്ലേ? നല്ല മീറ്റാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഫാറ്റ് അതിന്റെ ഇതുണ്ടല്ലോ വൈറ്റ് കളറിലുള്ള നെയ്യിന്റെ പീസ് കൂടാണ്ട് ഈ നല്ല റെഡ് ആയിട്ടിരിക്കുന്ന മീറ്റ് അതിന്റെ മെയിൻ ഇറച്ചി കഴിക്കണം. അതാണ് ബെസ്റ്റ്. അതേപോലെ ചിക്കൻ ആണ് ടോപ്പ്, ഏറ്റവും അടിപൊളി. അതേപോലെ ബീഫ്, മുട്ട, പിന്നെ കേര. കൂടുതൽ ആൾക്കാർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് അത് കേര. നമ്മൾ ഈ ഒമേഗ-3ന്റെ ക്യാപ്സ്യൂളൊക്കെ എല്ലാരും കഴിക്കണം. എല്ലാ ഇപ്പൊ വയസ്സായിട്ടുള്ളവരുടെ അവരുടെയൊക്കെ ജോയിന്റ് പെയിനും ഇതിനും ഒക്കെ എപ്പോഴും ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒമേഗ-3 ക്യാപ്സ്യൂള് കഴിക്കാണ്ടിരിക്കാം. എങ്ങനെ? ഈ കേര എന്ന് പറഞ്ഞൊരു മീനുണ്ട്, കേരൻ ടൂണ. അത് തന്നെ. അപ്പൊ കേര കഴിച്ച ഒമേഗ-3 ക്യാപ്സ്യൂള് കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പൊ നമ്മളത് ഒരു വീക്കിലി ഒരു 2-3 വട്ടം കേര കഴിച്ചാൽ മതി. നമുക്ക് ഈ സപ്ലിമെന്റ് കഴിക്കണതിന്റെ പകരം നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒമേഗ-3 അതിൽ നിന്ന് കിട്ടിക്കോളും. അപ്പൊ ഈ ചെറുമീനൊക്കെ കഴിക്കണേല് മത്തി കഴിക്കണേല് വല്ല കാര്യമുണ്ടോ? മത്തിയിലൊക്കെ അതിന്റേതായ പ്രോട്ടീനുകളുണ്ട്. 20 ഗ്രാം 15 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, 100 ഗ്രാം മത്തിയിലും അയിലയിലും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും ഒമേഗ-3 ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഈ കേരയിലും ടൂണയിലും. അതുകൊണ്ട് തന്നെ അതിന് നല്ല എക്സ്പെൻസീവ് ആണ് സംഭവം. അപ്പൊ നമ്മള് ഈ മറ്റേ കേര തന്നെ കഴിക്കണമെന്നില്ല അല്ലേ? കേര കഴിക്കണമെന്നില്ല. അയലയും നല്ലതാണ്. ഒരു നോർമൽ ആയിട്ട് നമ്മള് മേടിച്ച് കഴിക്കുന്ന ആൾക്ക് അയലയും ഒരു നല്ല സോഴ്സാണ്. ഒമേഗ-3ക്കും അതേ പ്രോട്ടീൻ കിട്ടാനും അത്. മത്തിയൊക്കെ പക്ഷെ ഒരു 1-2 പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളൊക്കെ മടുക്കും. നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളുടെ ഡെയിലി നമ്മൾ ഇച്ചിരെങ്കിലും പ്രോട്ടീനും ഫൈബറും കാർബോഹൈഡ്രേറ്റ്സും ഒരു മിതമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക മാക്സിമം. മമ്മി ഇതിലേക്ക് ഉണ്ടോന്ന് ഉപ്പിട്ടോ? ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് അപ്പൊ ഇന്നത്തെ ബീഫിന്റെ പരിപാടിയെല്ലാം അലക്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. നമുക്ക് അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. എങ്കിലും നമ്മുടെ ഹെഡ് ഷെഫ് മമ്മിയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ കട്ടയ്ക്ക് എക്സിക്യൂട്ടീവ് ഷെഫ് കൂടെ ഉണ്ടാവും. മമ്മിയുടെ സൂപ്പർവിഷനിലാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ ബീഫ് ഇപ്പൊ റെഡിയാക്കിയിട്ട് കഴിഞ്ഞു. മസാലകൾ ആഡ് ചെയ്യും. ഇപ്പൊ നമ്മളവിടെ ചൂടാക്കി വെച്ച മസാല ഉണ്ട്, അവിടെ വറുത്ത് വെച്ചേക്കുന്ന മസാല നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. കൂടെ എന്തൊക്കെയാണ്? കറിവേപ്പില, പിന്നെയാണ് ഇടുന്നത്. ഇതൊക്കെ ഇട്ടേച്ച് നമ്മള് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ വക സംഭവങ്ങളും കൂടി ഇട്ടിട്ട് നമ്മൾ ബീഫ് പറ്റിക്കുന്നു. പറ്റിച്ചേച്ച് നമ്മൾ ഇന്ന് പറ്റിച്ചു വെക്കും, നാളെ രാവിലെ അത് റോസ്റ്റ് ചെയ്യും. അങ്ങനെയാണോ? ഇന്ന് റോസ്റ്റിംഗ് ഇല്ല, ഇന്ന് തന്നെ റോസ്റ്റ് ചെയ്യാൻ പോവാണോ? പിന്നെ ഇന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ. ഇപ്പൊ എന്നാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതയ്ക്കുക. കൂടുതൽ പേരും ഇപ്പൊ ഗ്രൈൻഡറും ഇതൊക്കെ ഉപയോഗിച്ച് പേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ കാണിക്കും, നമ്മളിവിടെ ചതച്ചെടുക്കുവാണ്. അതെ, കല്ലേല അറിയണം. അതിനാണ് അതിന്റെ ഒരു ഒതന്റിസിറ്റി. ടേസ്റ്റ് ചെയ്യുന്നതാണോ? എന്നൊക്കെ പറയണു. പിന്നെ അതിന്റെ ആ ഒരു രീതിക്ക് ചെയ്യുന്ന ഒരു നൊസ്റ്റാൾജിക് എഫക്റ്റ് ആണ്. പണ്ട് കാരണന്മാരൊക്കെ കല്ലേല് വെച്ച് ചതച്ചതിന്റെ ഒരു ഫീല് കിട്ടും. ഫീല് മാത്രമല്ല ടേസ്റ്റും കിട്ടും. ക്വയറ്റ് നാച്ചുറൽ. പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. മസാലകൾ ചൂടാക്കി വെച്ച മസാല കള്ളപ്പത്തിന് നമ്മൾ കുഴയ്ക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഇച്ചിരി ചോറ് അതിന് ചേർക്കും, അരച്ച് ചേർക്കും. കുറച്ച് ചോറ് മയം കിട്ടാൻ വേണ്ടി. അപ്പത്തിന് നല്ല മയം കിട്ടണ്ടേ. അപ്പൊ ഇത് ചോറ് വേവിച്ചേക്കണതാണ്. ചോറ് നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർക്കും. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ പേസ്റ്റ് പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. വീണ്ടും നമ്മൾ തേങ്ങായും ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ച് ചേർക്കും. ഇതെല്ലാം കൂടെ തേങ്ങായും വെളുത്തുള്ളി ജീരകം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയുടെ അരച്ചത് ഇതിലേക്ക് ചേർക്കുന്നു കേട്ടോ.
ഓക്കെ. അപ്പോൾ തന്നെ നല്ല അപ്പത്തിൻ്റെ ഒരു ഫ്ലേവറിങ് മെയിനായിട്ട് വരുന്നത് ഈ ഒരു അരപ്പിലാണ്. നല്ല തേങ്ങയും ജീരകവും കൂടി ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരു നല്ല ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ. എന്നാ ഇനി നമുക്ക് കള്ളപ്പത്തിൻ്റെ മെയിൻ ഘടകമായ ഫ്രഷ് തെങ്ങുകൾ മിക്സ് ചെയ്യുക. ഒഴിക്കാൻ പോവാം. അതിൽ നിന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒക്കെ എല്ലാവരും അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ നോക്ക് ഓഫ് വെർഷനായ ഈസ്റ്റൊക്കെ ആഡ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. പക്ഷെ പണ്ടുള്ളവർ കള്ള് ആഡ് ചെയ്തിട്ടാണ് അപ്പം ഫെർമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ നല്ല ഫ്രഷ് തെങ്ങുകൾ ഒഴിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. കള്ളൊഴിക്കുന്ന രുചി വേറെ, കള്ളപ്പത്തിന് ഈസ്റ്റ് ഇട്ടാൽ ആ ഒരു രുചി കിട്ടില്ല. കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ. കൈ കൊണ്ട് കുഴക്കണം എന്ന് കാരണവന്മാര് പറയും പണ്ടുള്ളവര്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് ആ പുളിപ്പും അതിന്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റ് ആകുന്നത്. തവിയിട്ട് കുഴച്ചാൽ അത് കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ അത് കുഴക്കണം എന്നാണ് പറയുന്നത്. ഏറെക്കുറെ നമ്മൾ എത്ര അപ്പത്തിന് വേണ്ടിയുള്ള മാവാണ് റെഡിയാക്കിയേക്കണേ? ഇതൊരു 25-30 അപ്പം നമുക്ക് ഇത് കൊണ്ട് ചൂടാം. അതെ, ഇടങ്ങഴി അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കള്ളൊക്കെ ഒഴിച്ച് അപ്പത്തിന്റെ മാവ് അടിപൊളിയായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ കൊണ്ടുപോയി മൂടി വെക്കും അല്ലേ, കെട്ടി മൂടി വെക്കും. രാവിലെ ആകുമ്പോഴേക്കും അത് മാവ് പൊങ്ങി കഴിയുമ്പോൾ ചുട്ട് തുടങ്ങും. അതേപോലെ പ്രോൺസ് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് അവിടെ റെഡിയായി പറ്റിച്ചിരിപ്പുണ്ട്. ബീഫ് നമ്മളിന്ന് ഉണ്ടാക്കണല്ലേ, ബീഫ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഫൈനലൈസ് ചെയ്ത് കിച്ചൺ ക്ലോസ് ചെയ്ത് പോകാനായിട്ട്. അതേപോലെ മീൻ ഓൾറെഡി ഉച്ചയ്ക്ക് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് വറ്റിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വറക്കാനുള്ള മീൻ ഓൾറെഡി മസാല വരട്ടി മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അല്ലേ. അത് അടിപൊളിയായിട്ട് മാരിനേറ്റ് ആയി അവിടെ ഇരുന്ന് നാളെ ഉച്ചത്തേക്ക് നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മൾ ബീഫ് പറ്റിച്ചെടുത്തേക്കുകയാണ്. ഇതെന്തോന്ന് നോക്കണല്ലേ. ലെറ്റ്സ് സീ. ഒരു പീസ് ചുമ്മാ കഴിച്ചു നോക്ക്. ഭയങ്കര ചൂട്. കൊള്ളാം, വെന്തു. ആഹാ, നല്ല എരിവുണ്ട്, ഫ്ലേവറും. ഉപ്പ് വേണേ ഒരു പൊടി വേണം ചേർക്കാൻ തോന്നുന്നു. പക്ഷേ ബാക്കി എരിവും ഫ്ലേവറും ഒക്കെ കറക്റ്റ് ആണോ? അപ്പം ഇറച്ചിയുടെ കഷ്ണത്തിലേക്ക് കറക്റ്റായിട്ടൊക്കെ ആയിട്ടില്ല. അതിൻ്റെ ചാറിന് നല്ല ഉപ്പുണ്ട്. അപ്പം നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി ഇത് ചെയ്യാം, കോമ്പൻസേറ്റ് ചെയ്യാം. നമ്മൾ ഈ ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പിൽ വെച്ചു. പാത്രം ചൂടായി, എണ്ണ ഒഴിച്ചു. നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവണം. എണ്ണ ചൂടായിട്ട് കടുക് വെള്ളപ്പാത്രം. ഈ പറഞ്ഞ പോലെ വളരെ റെയറായിട്ട് വീട്ടിലേക്ക് വരുന്ന, ഐ മീൻ കിച്ചണിലേക്ക് വരുന്ന കാരണം എവിടെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊരു എണ്ണ ചൂടാണെങ്കിൽ അതൊരിക്കലും മറക്കരുത്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ടു, ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ടു. അതിൻ്റെ കൂടെ നല്ല ചുവന്നുള്ളി അരിഞ്ഞ് ഇട്ടു. അതേപോലെ 2 സവാളയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഘടകം വരുന്നത്, അതിൻ്റെ വഴറ്റൽ. നമ്മൾ കൈ വിടാതെ വഴറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരേക്കും നമ്മൾ വഴറ്റണം. ആ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് വളരെ കാര്യങ്ങൾ സൂക്ഷ്മപരമായി ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. സോ ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വഴഞ്ഞിട്ടിരിക്കുന്ന ഈ ഉള്ളിൻ്റെ അകത്തോട്ട് ഇടാൻ പോവുകയാണ്. ഓക്കെ. വാവ്, ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. 2 കിലോ പ്ലസ് കുക്കറിൻ്റെ വെയിറ്റ് ഞാൻ ഇടണം. ഓക്കെ.
ഓക്കെ ഗൈസ്, ഞാൻ നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കണം. ഇത് നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് വെച്ച് നിൽക്കണതാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണെന്നാണ്. അത് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോവാം. ബീഫിലേക്ക് വറുത്തരച്ച് നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇന്നലെ വെച്ചതാണ്. അങ്ങനെ സൂക്ഷിച്ച് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കണതിന് തെറ്റില്ല, ഒരു കുഴപ്പമില്ല, അതിന് നല്ലതാ. അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ബീഫിനകത്ത് വറുത്തരയും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടെക്സ്ചറും മാറിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ അരോമയാണ് അതിൽ നിന്ന് വരുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത മീറ്റായിട്ടുള്ള പോർക്ക് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. അതും ഇതേപോലെ കുക്കറിൻ്റെ അകത്ത് മസാല വരട്ടി അതേ കുരുമുളകും ഇതുമൊക്കെ ഇട്ട് കറിവേപ്പിലയും ഇതുമൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ പോവുകയാണ്, പറ്റിച്ച് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ നാളെ അല്ലേ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ? നാളെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫൈനലി ഇതങ്ങ് പറ്റിച്ച് വെച്ച് നമുക്ക് നാളെ പരിപാടികൾ ബാക്കി തുടങ്ങാം. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ കറിയൊക്കെ റെഡിയാക്കി. അപ്പ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളിലാണ്? ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇന്ന് പൊറോട്ടയും പന്നി വലത്തിയത്. അതാ പൊറോട്ട എവിടെ നിന്നാണ്? പൊറോട്ട എവിടെ നിന്നാണ്? ഞാൻ നല്ല അപ്പവും ബീഫ് വലത്തിയതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അപ്പം ചുട്ട് കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷസ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കള്ളപ്പം ബീഫ് വറുത്തരച്ച കറി ടേസ്റ്റി വെക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എങ്ങനെയുണ്ട് അപ്പം കറി? അടിപൊളി. എൻ്റെ കള്ളപ്പത്തിൻ്റെ ആ ഒരു ഫ്ലേവറിങ് അടിപൊളി. വെള്ളപ്പം ഒരു ശരിക്കും വെള്ളം ഒഴിച്ച് ഉണ്ടാക്കണ അപ്പത്തിൻ്റെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പോർക്ക് റോസ്റ്റ് റെഡിയാക്കുകയാണ്. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി കുഞ്ഞുള്ളി കുരുമുളക് പൊടി നല്ല സ്പൈസിന് ചേർത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ പറ്റിച്ച് വെച്ചേക്കുന്ന പോർക്ക് ഇടുകയും ഇല്ലേ ഹെഡ് ഷെഫ്? അതെ. യോ ഗൈസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പ അമ്മച്ചി ജോയിൻ ചെയ്തേക്കുവാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അമ്മച്ചി ഹാപ്പി ക്രിസ്മസ്. അത് തന്നെ. എങ്ങനെയുണ്ട് കള്ളപ്പം ബീഫും ഒക്കെ? ഓക്കെ, അടിപൊളി. ബീഫായാലും അതിനേക്കാളും ബെറ്ററാണ്. നല്ല വറുത്തരച്ച കറിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അപ്പച്ചനെയും ആ മുളേനെയും പോയി തറവാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാം. അവിടെ മാത്രമല്ല, നമ്മൾ ഇന്നലെ പോയി കണ്ട ആ ചക്ക നമുക്കിന്ന് പറിക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ? തോട്ടിയൊക്കെ അവിടെ പറിച്ചോണ്ട് വരണം, അത് പഴുത്തു പോയി. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ ചക്ക പറിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ അകത്ത് ഒരെണ്ണം പഴുത്തതങ്ങ് പറിക്കാല്ലേ? ഏത് ഈ ഫ്രണ്ടിൽ കിടക്കണല്ലേ?
ആ അത് മാത്രമായിട്ട് ഒരു ചെറിയ കൊളുത്ത് കൊടുക്കുക, പയ്യെ ഫോഴ്സ് കൊടുത്താൽ തീർന്നു. വാ സൂപ്പർ നൈസ്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ പഴുത്ത ചക്ക പറിച്ചിരിക്കുകയാണ്. പഴുത്തത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പാടുമില്ല അല്ലേ ഇപ്പേ? നല്ല മണമാണ്, നല്ല അടിച്ച് നോക്കില്ലെങ്കിൽ നല്ല ചക്കയുടെ ആ ഒരു മണം ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ പുറമേ മണം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ സംഭവം നല്ല സ്റ്റേഡി ആയിട്ടാണ് നിൽക്കണത്, ഓവറായിട്ടൊന്നുമില്ല. എങ്കിലും അത് ജസ്റ്റ് പഴുക്കുമ്പോഴേക്കും നല്ല മണമായിരിക്കും വരിക. പിന്നെ ഇത്രയൊക്കെയാണ് ചക്കയുടെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു വീട്ടിലേക്കൊക്കെ ഒരു ചക്ക പറിച്ചാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കഴിക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10, 20, 15 കിലോ ഒക്കെ ഉള്ള ഒറ്റ ചക്കയാണ് വരിക. ഇപ്പോൾ ഫുള്ള് നമുക്ക് ഹൈബ്രിഡ് ചക്കകൾ, ഈ ചെറിയ സൈസ് നല്ല മധുരവും ഇതൊക്കെ ആയിട്ടുള്ള ചക്കയാണ്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഇതാണ് പണ്ടത്തെ തറവാടിൻ്റെ സ്ഥലം. ഇവിടെ പൈനാപ്പിളും റംബൂട്ടാനും നമ്മൾ വെച്ചേക്കുകയാണ്. ഇതാണ് അവിടുത്തെ കപ്പളം. ഇവിടെ അടി തൊട്ട് ഇവിടെ വരെ കപ്പളങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പഴുത്ത് നമ്മൾ പറിച്ച് ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് സംഭവം നിൽക്കണേ. ഒരെണ്ണം കിട്ടിയില്ലേ അപ്പം? അതെ, മോളെ അതവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് വേറെ. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി റെഡി ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അതാ ഒരെണ്ണം പഴുത്ത്. അടിപൊളി. നല്ല ഒരു 2 കിലോ വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, നമ്മളങ്ങനെ അവരെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ വീട്ടിലും ഇതേപോലെ പറമ്പിൽ വെച്ചേക്കണ പ്ലാവ് 2 വെച്ചിട്ടുണ്ട്. അതാ ഈ ഒരെണ്ണം ഹാർവെസ്റ്റ് ചെയ്യാൻ നല്ല മണമുണ്ട്. അത് അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിക്കാം. ഒരു സിമ്പിളാണ്, ഇവിടുന്ന് ചുമ്മാ പറിച്ചാൽ മതി. ഓക്കെ ഗൈസ്, നമ്മൾ പറിച്ചിരിക്കുകയാണ്. സോ ഇതും കൂടി നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കാം. ഉച്ചത്തുള്ള ഫുഡെല്ലാം റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു 1.5 hours കൂടി കഴിഞ്ഞിട്ട് കഴിക്കാം. ഇപ്പോൾ ഏറെക്കുറെ ഒരു 11 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ചോറൊക്കെ കൊണ്ട് ചില്ല് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾക്ക് അപ്പച്ചനും അമ്മോളെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്. അമ്മോള ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ മീനാണ് ഇത്? മോദ. നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? നല്ല ഇറച്ചിയുള്ള നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ഇതാന്ന് തോന്നല്ലേ? ബാക്കി കറികളൊക്കെ റെഡിയായോ? ഓക്കെ, അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ നല്ല നാടൻ ബീൻസും ക്യാരറ്റും തോരൻ.